ഹായ് ഗായ്സ്, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മിനി ഒരു ഈവനിങ് വ്ളോഗാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരുത്തരാടെ പോയിട്ട് വരുമ്പോൾ ഒരുത്തരാടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു രാത്രി എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുന്നേ കാണിച്ചത് ആ പ്രിൻ്റ് എടുത്തതാണ് കേട്ടോ. പിന്നെ ഞാൻ പോയിട്ട് കുറച്ച് അൽക്കുറ്റ പണിയൊക്കെ ചെയ്തതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ അധികവും കാണിച്ചത്. അപ്പം ഞാനങ്ങനെ വീട്ടിലോട്ടേക്ക് വണ്ടി അങ്ങനെ പോവാണ്. ഞങ്ങൾ വൈകുന്നേരം 5 മണിക്ക് ഇറങ്ങുകയും ചെയ്ത്. ഇറങ്ങുമ്പോൾ കുറേ സമയമായിട്ടുണ്ടായിരുന്നു, 6:30 ആയിട്ടുണ്ടാവും. ഇപ്പോൾ സമയം ഒരു 8 അല്ലെങ്കിൽ 7:45 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും. പ്രിൻ്റ് എടുക്കാനും കയറിയിട്ടുണ്ട്, ഇതിനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് പ്രിൻ്റ് എടുത്തതെന്ന് കാണിച്ചു തരാം. ഇതെൻ്റെ രാത്രിയായിട്ടൊരു ലിസ്റ്റാണ്. ഒരു ലിസ്റ്റ് എന്ന് പറഞ്ഞ പോലത്തെ ഒരു രാത്രിയായിട്ടൊരു ലിസ്റ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പ്രിൻ്റ് എടുത്തത്. ഇത് മാത്രമല്ല കേട്ടോ, കുറേ ഉണ്ട്. ഇത് ഞാൻ കലണ്ടർ ഉണ്ടാക്കാൻ വേണ്ടി പ്രിൻ്റ് ചെയ്തായിരുന്നു, പക്ഷേ ഇത് കുറച്ച് ചെറുതായിപ്പോയി. പിന്നെ ഞാൻ എനിക്ക് സ്കൂളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ജേർണൽ ചെയ്യാനൊക്കെ യൂസ് ചെയ്യാമെന്ന് വെച്ചു. പിന്നെ ഞാൻ പ്രിൻ്റ് എടുത്തത് ഇതൊക്കെയാണ്, നല്ല മിഫിയൊക്കെ ഉള്ളത്. പിന്നെ ഇങ്ങനത്തെ കുറച്ച് കട്ടിങ് പിക്ചേഴ്സ്. പിന്നെ ഈ ഒരു ഗേൾ, ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ ഒരു ഡയറിയാണിത്, ഇത് കാണിക്കാമെന്ന് വിചാരിച്ചു. ചെറുങ്ങനെയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. ഇതിലൊക്കെ പേജൊക്കെ കീറിയിട്ടുണ്ട്. വിഷയം ബോർഡിൻ്റെതും കുറേ സാധനങ്ങളൊക്കെ ഞാൻ പിന്നെ ഇപ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ കണ്ടത്. ഹാഫ് എന്നൊക്കെ എഴുതിച്ച് ഇത്. പിന്നെ ഞാൻ പെയിൻറ്റ് ചെയ്തതാണ് കേട്ടോ ഇന്ന്. നല്ല രസം, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു പെയിൻറ്റ് ചെയ്ത് ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ. അപ്പോൾ എന്തായാലും നമുക്ക് ഇതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി വയ്ക്കാം. എന്തായാലും വന്നില്ലാന്ന് വിചാരിച്ചിട്ട് ഞാൻ ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചതാണ്. ആദ്യം തന്നെ ഈ പെട്ടി എടുത്ത് വെച്ചു. ഈ പെട്ടി ഉണ്ടാക്കുന്ന ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. ഇതിൻ്റെ ബാക്ക് ഞാൻ കവർ ചെയ്തിട്ടില്ല. ഒരു DIY ക്രാഫ്റ്റാണ്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ DIY ആയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൽ കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ എല്ലാം ഒന്ന് എടുത്ത് സെറ്റാക്കി എല്ലാം ഒന്ന് മാറ്റി വെച്ചനി ഒന്ന് തുടക്കണം. ഇത് ജസ്റ്റ് ഒന്ന് പൊടി തട്ടാൻ വേണ്ടിയിട്ടാണ്, പൊടി പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ പിന്നെ ഓരോന്നോരോന്നായി ആ പെട്ടിയിൽ നിന്ന് എടുത്തു വെച്ചിട്ട് ഒന്നും കൂടി അടുക്കി ഒതുക്കി വെക്കാമെന്ന് വിചാരിച്ചു.
പെൻ ഹോൾഡർ വെച്ചു, ഞാൻ പെയിൻറ് ചെയ്തത് വെച്ചു, പിന്നെ ഫ്രെയിം വെച്ചു, പിന്നെ കാക്ടസ് വെച്ചു, പിന്നെ മഷ്റൂം വെച്ചു, അങ്ങനെ കുറേ സാധനങ്ങൾ വെച്ചു. പിന്നെ സൈഡിൽ ഞാൻ സാധാ വെക്കുന്ന പോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ചു. അപ്പം ഞാൻ ആ പെട്ടിയിലുള്ള എല്ലാ സാധനവും ഇവിടെ ചെരിഞ്ഞിട്ട് എല്ലാം കൂടി ഒന്ന് അടക്കി ഒതുക്കി വെക്കുകയാണ്. ടു ഡു ലിസ്റ്റ് ഫോൾഡറും നൈറ്റ് റൂട്ടീൻ്റെ ഇതും ഒക്കെ ഒന്ന് അടുക്കി ഒതുക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് വെക്കുകയാണ്. അപ്പം ഞാൻ ഉണ്ടാക്കിയ ബുക്ക് മാർക്കാണ്. അതുണ്ടാക്കുന്നതിൻ്റെ വീഡിയോ വേണമെന്നുള്ളവർ അല്ല ഷോർട്ട് വേണമെന്നുള്ളവർ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് അടക്കി ഒതുക്കി വെച്ചു. പിന്നെ ഇതെൻ്റെ ഫ്രണ്ട്സ് തന്ന കവായി സ്റ്റിക്കേഴ്സാണ്, അപ്പോൾ അതും കൂടി ഒന്ന് എടുത്തു വച്ചു. അങ്ങനെ പിന്നെ നമ്മളെ എസ്തെറ്റിക്കായിട്ട് ലുക്ക് തരുന്ന നമ്മുടെ സ്വന്തമായ ഇങ്ങനത്തെ കവായി ആയിട്ടുള്ള ക്ലേ ചാംസ് ഉണ്ടല്ലോ, ഞാൻ ഉണ്ടാക്കി വെച്ചേ, അതും കൂടി ഞാൻ കുറേ എണ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് ഉണ്ടാക്കിയത്. ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രിൻ്റ് എടുത്തത് ഞാൻ ഇവിടെ വെച്ച് കൊടുത്തു. കുറേ ദിവസം കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് മാറ്റും. അപ്പോൾ ഇതാണ് എൻ്റെ ഡെസ്കിൻ്റെ ഫൈനൽ ലുക്ക്. ഞാൻ ചായയും കുടിച്ചു. ബൈ.